ജോബി സാർ, ഒരു +2 എക്സാം കാലയളവോടെ ആരംഭിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കെല്ലാം ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ഏതൊക്കെ എക്സാമുകൾ എഴുതണം, ഏതൊക്കെ എക്സാമുകൾ എഴുതിയാലാണ് ഏറ്റവും മികച്ച കോഴ്സുകളും പ്രോഗ്രാമുകളും ഒക്കെ തിരഞ്ഞെടുക്കാൻ സാധിക്കുക. സാർ, ഞാൻ ആദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, +2 കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് ഒരു നല്ല ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ വേണമെങ്കിൽ എത്ര എൻട്രൻസ് എക്സാം എഴുതാൻ പറ്റും? ഒരു നമ്പറായിട്ട് സാർ ഒന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ. നമ്മൾ +2-ൽ നമുക്കറിയാം പല സ്ട്രീമുണ്ട്. ഓക്കെ. അതിനകത്ത് സയൻസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് മിക്കവാറും എല്ലാ എക്സാംസും എഴുതാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ എണ്ണം പറയുമ്പോൾ ഗവൺമെൻറ് മേഖലയിൽ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസൂടെ നമ്മൾ രണ്ടുകൂടെ പരിഗണിച്ചാൽ 50-ലധികം പരീക്ഷകളുണ്ടാവും. 50-ലധികം എൻട്രൻസ് എക്സാം ഉണ്ടാവും. നമ്മൾ കൃത്യ ഒരു നമ്പറിലേക്ക് എത്തിയില്ലെങ്കിലും പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള ആൾക്കാർ പരിഗണിക്കുന്ന ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസും കൂടെ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും 50-ന് മുകളിൽ പരീക്ഷകൾ എഴുതാനുള്ള അവസരമുണ്ട്. സാർ, ഏറ്റവും കൂടുതൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന ഒരു വിഭാഗമെന്ന് പറയുന്നത് റിസർച്ച് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ റിസർച്ച് ചെയ്യാനും അതിനുശേഷം PhDയും PDF ഒക്കെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ എക്സാമുകൾ എഴുതണം, അല്ലെങ്കിൽ അവർ ഏതൊക്കെ എഴുതിയാൽ മികച്ച ഒരു അഡ്മിഷൻ സ്വന്തമാക്കാൻ സാധിക്കും? ഈ ഒരു കാലഘട്ടത്തിൽ സാറ് പറഞ്ഞ പോലെ മെഡിസിനും എൻജിനീയറിങ്ങിനും അപ്പുറം പല കുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് റിസർച്ച്. പ്രത്യേകിച്ച് സയൻസ് റിസർച്ച്. അത് ഇന്ത്യയിലും അതിനുശേഷം അബ്രോഡും പോകുക എന്നുള്ള രീതിയിൽ കരിയർ പ്ലാൻ ചെയ്യുന്ന കുട്ടികളുണ്ട്. ഓക്കെ. അവരെ സംബന്ധിച്ച് പ്രധാനമായിട്ടും 3 പരീക്ഷകളാണ്. നമ്മൾ സയൻസ് ബേസ്ഡ് ആകുമ്പോൾ നമുക്ക് 3 പരീക്ഷകളാണ് പ്രധാനമായിട്ടും പറയാവുന്നത്. +2-ന് ശേഷം ഡയറക്റ്റായിട്ട് റിസർച്ച് മേഖലയിലേക്ക് കടക്കാനുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഗ്രാജുവേഷന് ശേഷം ഒരുപാട് എക്സാമുകളുണ്ട്. ഇപ്പോൾ നമ്മൾ +2-ന് ശേഷം പറഞ്ഞാൽ ഒന്നാമതുള്ളത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി ഇന്ത്യയിലെ 7 ഐസറുകൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, നമ്മുടെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 7 ഐസറുകളിലേക്കുള്ള പരീക്ഷയാണ്. അപ്പോൾ ഈ 7 ഐസറിലും അവിടെയുള്ള ഏതെങ്കിലും സ്ട്രീമിൽ +2 കഴിഞ്ഞ ഒരു കുട്ടിക്ക് BSMS 5 ഇയർ BSMS പ്രോഗ്രാമോ ഭോപ്പാൽ ഐസറിലുള്ള 4 ഇയർ BS പ്രോഗ്രാം, അത് എഞ്ചിനീയറിംഗ് സയൻസും ഇക്കണോമിക്സുമാണുള്ളത്. അവർക്കും വീണ്ടും ഒരു വർഷം കൂടെ അവിടെ റിസർച്ച് പേപ്പേഴ്സും പ്രോജക്റ്റുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർക്കും ഈ BSMS കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ ആ ഒരു കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവർ ഏത് കുട്ടി എഴുതേണ്ട പരീക്ഷയാണ് IIT. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ബാംഗ്ലൂരുള്ള IISc, അവിടേക്കുള്ള അഡ്മിഷൻ്റെ അകത്ത് ഒരു ചാനൽ, അവിടെ 4 ചാനൽ അഡ്മിഷനുണ്ട്. ഒന്ന് JEE മെയിൻ, രണ്ടാമത്തേത് JEE അഡ്വാൻസ്ഡ്, മൂന്നാമത്തേത് നീറ്റ്, നാലാമത്തേതാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് IIT. നേരത്തെ അത് KVPY സ്ട്രീമായിരുന്നു. അത് നിർത്തലാക്കിയതോടുകൂടിയാണ് പിന്നെ ഇവിടെ IIT ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയാവുന്നത് IIT മദ്രാസിലുള്ള, നമുക്കറിയാം പൊതുവേ IIT-കളിലേക്ക് അല്ലെങ്കിൽ എല്ലാ IIT-കളിലേക്കും ഉള്ള BTech സ്ട്രീമിലേക്ക് അഡ്മിഷൻ നടക്കുന്നത് JEE അഡ്വാൻസ്ഡ് സ്കോറിൻ്റെ ബേസിലാണ്. പക്ഷേ മദ്രാസ് IIT 2023 ആരംഭിച്ച ഒരു പ്രത്യേക പ്രോഗ്രാം, അത് ആ മദ്രാസ് IIT-ലെ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റോട് ചേർന്നവർ ആരംഭിച്ചിരിക്കുന്നത്. ആ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിരിക്കുന്ന മെഡിക്കൽ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് എന്നുള്ള ആ ഒരു BS പ്രോഗ്രാമിന് ഉള്ള അഡ്മിഷനകത്ത് അവർ JEE അഡ്വാൻസ്ഡ് സ്കോർ അല്ല എടുക്കുന്നത്, പകരം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ സ്കോറാണ് എടുക്കുന്നത്. ഈ പറഞ്ഞതിൽ IISc-ലും IIT മദ്രാസിലും അഡ്മിഷൻ കിട്ടണമെങ്കിൽ +2-വിൽ മാത്തമാറ്റിക്സ് പഠിച്ചവർക്ക് മാത്രമേ സാധ്യതയുള്ളൂ. IIT എഴുതാനുള്ള എലിജിബിലിറ്റി +2-വിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സോ ബയോളജിയോ പഠിച്ചിരിക്കാം. ഏതെങ്കിലും ഒന്ന് പഠിച്ചാലും മതി. പക്ഷേ ഈ പറഞ്ഞ 2 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ അവർ മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം. അപ്പം IIT ആണ് ഐസർ. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ബ്രോഡായിട്ട് നമ്മൾ ഈ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ്ങും അതുപോലെ സീറ്റുകൾ, വേക്കൻസികളൊക്കെ ഉള്ളത് ഈ ഒരു IIT എക്സാം വഴിയാണ്. ഏകദേശം എത്ര സീറ്റുകൾ കാണും സാർ 7 ഐസറുകളിലായിട്ട്? ഏകദേശം ഒരു റഫ് നമ്പറിലേക്ക് വരികയാണെങ്കിൽ 2024 ഒരു കണക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1933 ആണെന്ന് തോന്നുന്നു. അത്രയും
സീറ്റുകൾ നമ്മുടെ 7 ഐസറുകളിലുമായിട്ട് നമ്മൾ പറഞ്ഞ BS ആൻഡ് BSMS പ്രോഗ്രാമുകളിലായിട്ട് അവൈലബിൾ ആണ്. അതേസമയം IISc ബാംഗ്ലൂരിലേക്ക് വരുമ്പോൾ കുറച്ചധികം സീറ്റ് കുറവാണ്. IISc ബാംഗ്ലൂർ വളരെ കുറവാണ്. അത് തന്നെയല്ല IIT എന്നുള്ളത് ഒരു 4 ചാനലിൽ ഒന്നേ മാത്രമാണ്. ഓക്കെ. അതുപോലെ IIT മദ്രാസിലും സീറ്റ് വളരെ കുറവാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഫോക്കസ് ചെയ്യേണ്ടത് ശരിക്കും ഐസർ എക്സാം തന്നെയാണ്. ഐസറാണ്, ഐസറിലേക്കുള്ള അഡ്മിഷനാണ് ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ ഈ IIT ക്ലിയർ ചെയ്യുന്ന കുട്ടികൾ അവരെപ്പോഴും പ്രിയോറിറ്റി കൊടുക്കുന്ന 1 IIScയും 2 IIT മദ്രാസുമാണ് കാണുന്നത്. 3ാമതാണ് ഐസറിലേക്ക് വരുന്ന ഐസർ പൂനെ, കൽക്കത്ത, മൊഹാലി, ഭോപ്പാൽ ആ ഒരു ഓർഡറിൽ ആണ് വരുന്നത്. സാറേ ശരിക്കും ഐസർ എക്സാമിലേക്ക് വരുമ്പം IIT എക്സാമിലേക്ക് വരുമ്പം ഏത് പാറ്റേൺ അനുസരിച്ചാണ് വിദ്യാർത്ഥികൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഏകദേശം ഫീസ് സ്ട്രക്ചറും അതുപോലെ മറ്റ് സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് പരിഗണിക്കേണ്ടത്? ഐസറുകൾ നമുക്കറിയാം ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള ലബോറട്ടറികൾ സജ്ജമാക്കിയിരിക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഒരു റിസർച്ച് ആഗ്രഹിക്കുന്ന കുട്ടി തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ഐസർ. അപ്പോൾ ഐസറിൽ നമുക്ക് 4 സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഫിസിക്സിൻ്റെ 15 ക്വസ്റ്റ്യൻ, കെമിസ്ട്രി 15, ബയോളജി 15, മാത്തമാറ്റിക്സ് 15. ഓക്കെ. അപ്പോൾ ഈ 15 × 4 ആകെ 60 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ. ഈ 60 ക്വസ്റ്റ്യനിൽ കറക്റ്റാകുന്ന ക്വസ്റ്റ്യന് 4 മാർക്ക്, റോങ് ആൻസർ ആണെങ്കിൽ -1. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ രീതി. അപ്പോൾ ടോട്ടൽ 240 സ്കോറാണ് വരുന്നത്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഒരു പക്ഷേ ഒരു കുട്ടി കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച കുട്ടിയാകാം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്. ആ കുട്ടിക്കും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാം. പക്ഷേ ബയോളജിയുടെ പേപ്പറും എഴുതണം. സബ്ജക്റ്റ് മിനിമം ഇല്ല, സബ്ജക്റ്റ് മിനിമം കട്ട് ഓഫ് ഇല്ല. ഓക്കെ. അപ്പോൾ ബയോളജിക്ക് അല്പം മാർക്ക് കുറവാണെങ്കിലും ഈ ബാക്കിയുള്ള 3 സബ്ജക്റ്റിൽ നല്ലൊരു സ്കോറ് വാങ്ങാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്കും ഐസർ അഡ്മിഷൻ എടുക്കാം. ഒരു പക്ഷേ ബയോളജി അറ്റംപ്റ്റ് ചെയ്തില്ല എങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? ടോട്ടൽ സ്കോറാണ് നോക്കുന്നത്. സബ്ജക്റ്റ് മിനിമം ഇല്ലാത്തതുകൊണ്ട് ബയോളജിക്ക് 0 ആണെങ്കിലും, ബയോളജിക്ക് 0 എന്ന് പറയുന്നത് നമുക്കവിടെ 15 × 4 60 മാർക്ക് അങ്ങോട്ട് കുറയുകയാണ്. ഓക്കെ. അപ്പോൾ 240 നിന്ന് 60 മാർക്ക് ക്ലിയർ ആയിട്ട് കുറയുകയാണ്. അപ്പം കുട്ടികൾക്ക് ചെയ്യാവുന്നത്, ഇത് സാധാരണ ജൂൺ മാസത്തിലാണ് നടക്കുന്നത്. ഓക്കെ. അപ്പം നമ്മുടെ JEE മെയിൻ്റെ ഒക്കെ എക്സാമിന് ശേഷമാണ്, നീറ്റിൻ്റെ ഒക്കെ ശേഷമാണ് നടക്കുന്നത്. വേണമെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ച് യൂസ് ചെയ്ത് ബയോളജിക്ക് കുറേയെങ്കിലുമൊക്കെ ആൻസർ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതിൻ്റെ ഫീസ് സ്ട്രക്ചർ ഐസറുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഏറ്റവും കുറഞ്ഞ ഫീസ് കാണും നമ്മുടെ തിരുവനന്തപുരം ഐസറിൽ, ഏറ്റവും കുറഞ്ഞ ഫീസ്. അത് തന്നെയല്ല ഏറ്റവും അധികം ഇൻടേക്ക് ഉള്ളതും തിരുവനന്തപുരം ഐസറിൽ തന്നെയാണ്. അവിടെ ഈ BSMS 5 ഇയർ പ്രോഗ്രാം തന്നെ അവിടെ ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള പ്രോഗ്രാം നടക്കുന്നുണ്ട്. 2 രീതിയിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അവിടുത്തെ തിരുവനന്തപുരത്തെ ഫീസ് ഏകദേശം 5 ഇയർ പ്രോഗ്രാമിനൊരു 3.5 ലക്ഷം, 3.5 lakhs എത്രയാകും. അത് ഐസർ മാറുമ്പോൾ ഒരു 5.5 ലക്ഷം വരെ അങ്ങോട്ട് പല ഐസറുകൾ തമ്മിൽ വേരിയേഷൻ ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് സ്കോളർഷിപ്പുള്ള, ഐസറിൽ പഠിക്കുന്നു എന്ന് വിചാരിച്ച് സ്കോളർഷിപ്പില്ല. എന്തെങ്കിലുമൊക്കെ സ്കോളർഷിപ്പ് ഉള്ള കുട്ടികളെ സംബന്ധിച്ച് അതിനുള്ള സാധ്യതകളും. പക്ഷേ ഈ സ്കോളർഷിപ്പ് പോലെയുള്ള ഹയർ എഡ്യൂക്കേഷനുള്ള സ്കോളർഷിപ്പ് എലിജിബിലിറ്റി ഉള്ളവർക്ക് അത് ലഭിക്കുമെന്ന് മാത്രം. ഇതൊരു സാധാ ഒരു പ്രൊഫഷണൽ കോഴ്സ് അല്ല, ഒരു ഡിഗ്രി ആയി പരിഗണിച്ച് കഴിഞ്ഞാൽ ലോൺ കിട്ടാനോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാറുണ്ടോ? അങ്ങനെ ഇല്ല. ഇത് ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാമായിട്ട് തന്നെ നമുക്ക് കാണാം. ഇതിൻ്റെ ആദ്യത്തെ 2 വർഷം എല്ലാ സയൻസ് സബ്ജക്റ്റും, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും ലാംഗ്വേജും ഡാറ്റാ സയൻസും ഇങ്ങനെയുള്ളതെല്ലാം കുട്ടികൾ പഠിക്കുന്നതാണ്. അതിനുശേഷമാണ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലേക്ക് നമ്മൾ മേജറായിട്ട് എടുത്ത് പിന്നീടുള്ള 2 വർഷം ആ സബ്ജക്റ്റ് പഠിക്കുന്നു. ലാസ്റ്റ് ഇയർ 4ാമത്തെ വർഷം 4 വർഷം കഴിയുമ്പോഴേക്കും പതുക്കെ പ്രോജക്റ്റ് റിസർച്ചിലേക്ക് ഫോക്കസ് ചെയ്യാം. അതായത് ഐസറിൽ തന്നെ ചെയ്യാം. ഇപ്പോൾ ഇൻഡസ്ട്രിയിലും അബ്രോഡും ഒക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ പ്ലേസ്മെൻറ്റുകൾ, ഐസറുകളെക്കുറിച്ചുള്ള പരാതി, പ്ലേസ്മെൻറ്റുകൾ കാര്യമായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട്. ഐസറുകളിൽ പ്ലേസ്മെൻറ്റ് സെല്ലുകൾ ആരംഭിച്ചു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് പ്ലേസ്മെൻറ്റുകൾ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഒരു 12 to 17 അല്ലെങ്കിൽ 12 to 18 lakhs പാക്കേജൊക്കെ ഒരു മീഡിയൻ സാലറിയൊക്കെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എന്നിരുന്നാലും അധികം കുട്ടികളും അബ്രോഡ് ഹയർ സ്റ്റഡീസിന് പോകുന്നതായിട്ട് കാണുന്നു. പിന്നെ വളരെ ചുരുക്കം ചില കുട്ടികൾ നെറ്റ് എഴുതി അങ്ങനെ പോകാറുണ്ട്. പിന്നെ ചില കുട്ടികൾ IIMകളിൽ വരെ ക്യാറ്റ് എഴുതിയൊക്കെ
കുട്ടികൾ കയറുന്നുണ്ട്. ചില കുട്ടികൾ ഇൻഡസ്ട്രിയിലേക്ക് ജോബിന് വേണ്ടി ആ ഒരു എക്സ്പോഷർ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ കിട്ടുന്ന കുട്ടികളുണ്ടാവും. അവരങ്ങനെയൊക്കെ കയറാറുണ്ട്. എന്താണെങ്കിലും ഇന്ത്യയിലെ ഒരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഓക്കെ, നമുക്ക് അവിടുന്ന് കിട്ടുന്ന ഒരു മാസ്റ്റേഴ്സ് വാല്യുബിളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സർ, ഐസർ പോലെ തന്നെ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒന്ന് തന്നെയാണ് നൈസർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നൈസറുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുമ്പം എന്തൊക്കെയാണ് നൈസറിൻ്റെ പ്രത്യേകതകൾ? നൈസർ നമുക്ക് ഒരെണ്ണേ ഉള്ളൂ. നമ്മൾ ഐസർ 7 എണ്ണം പറഞ്ഞു. ഓക്കെ, നൈസർ ഒന്നേ ഉള്ളൂ ഭുവനേശ്വറിൽ. നൈസറിന് വേണ്ടിയുള്ള എക്സാം നെസ്റ്റ് എന്നറിയപ്പെടും. ഓക്കെ. പക്ഷേ ഈ നെസ്റ്റ് എക്സാം വഴി യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ CSBS പ്രോഗ്രാം, ഓക്കെ, അവിടെ ഒരു 57 സീറ്റുണ്ട്. അറ്റോമിക് എനർജി കമ്മീഷൻ അറ്റോമിക് എനർജിയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. പ്രൈം മിനിസ്റ്ററുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അവിടെ ഒരു 57 സീറ്റ്, അതും ബേസിക് സയൻസ് തന്നെയാണ് വരുന്നത്. അതും പിന്നെ ഭുവനേശ്വറിൽ, നൈസർ പേര് പറഞ്ഞാൽ ഒരെണ്ണേ ഉള്ളൂ, അത് ഭുവനേശ്വറിലാണ്. അവിടെ 200 സീറ്റ്, 50 വീതം, ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും. ഓക്കെ. അങ്ങനെ ആകെ നമുക്ക് 257 സീറ്റുകളെ പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി പരീക്ഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ്, അതാണ് നെസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ എക്സാമിൽ നമുക്ക് ഇപ്പം നൈസറിൽ അഡ്മിഷൻ കിട്ടും. നൈസർ ഭുവനേശ്വറിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ 4 പേപ്പറും എഴുതണം. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജി എഴുതണം. സബ്ജക്റ്റ് മിനിമം കട്ട് ഓഫ് ഉണ്ട്. അതായത് ഒരാൾ മാത്സ് ഒഴിവാക്കിയാൽ അല്ലെങ്കിൽ ബയോളജി ഒഴിവാക്കിയാൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യത. പക്ഷേ അവിടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ബെസ്റ്റ് ഓഫ് 3 എടുത്തിട്ടാണ്. ഓക്കെ. അതായത് ഇപ്പോൾ ഒരു കുട്ടി, നമുക്കൊരു നേരത്തെ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച കുട്ടിയുടെ കാര്യം പറഞ്ഞു. ആ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച കുട്ടിയെ സംബന്ധിച്ച് അവൻ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിൽ നല്ല എക്സ്പേർട്ടാണ്, നല്ല സ്കോർ കിട്ടാവുന്ന കുട്ടിയാണെങ്കിൽ ബയോളജിയിൽ മിനിമം കട്ട് ഓഫ് മാർക്ക് മതിയാവും. ഓക്കെ. അത് വളരെ കുറഞ്ഞ മാർക്കാണ്, ഒരു 6 മുതൽ 8 വരെ ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നു. മതിയാവും. അതായത് ടോപ്പേഴ്സിൻ്റെ ഒരു 20% മാർക്ക്, അതാ മിനിമം കട്ട് ഓഫ് ആയിട്ടുള്ളത്. ഓക്കെ. അപ്പം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഈ 3 സബ്ജക്റ്റ് വെച്ചായിരിക്കും. ഓക്കെ. അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആകാം, മാത്സ് വീക്കായ കുട്ടിയെ സംബന്ധിച്ച്. പക്ഷെ 4ഉം എഴുതണം. അതിനകത്ത് 3 സബ്ജക്റ്റുകൾ പരിഗണിച്ചുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ. 4ാമത്തേന് ഒരു മിനിമം കട്ട് ഓഫ് ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ പരീക്ഷയിൽ 4 സബ്ജക്റ്റിൻ്റെയും 2 സെറ്റ് എന്ന് നമുക്ക് പറയാം. 12 5 17 ക്വസ്റ്റ്യൻസ് വീതമുള്ളത്. ഓക്കെ. ഈ 12 ക്വസ്റ്റ്യനിൽ ഒരു 10 ക്വസ്റ്റ്യനും ഏകദേശം JEE അഡ്വാൻസ്ഡിനോട് അടുത്ത്, JEE മെയിൻ അല്പം മുകളെന്ന് വേണേൽ പറയാം, പാറ്റേണിൽ അങ്ങനെയാണ് കാണുന്നത്. ആ ഒരു ലെവലിൽ ഒരു 10 ക്വസ്റ്റ്യൻ കാണും. ഒരു 2 ക്വസ്റ്റ്യൻ ഒരു 10th ലെവൽ ജനറൽ ഫിസിക്സ് ആണെങ്കിൽ ജനറൽ ഫിസിക്സ് ലെവൽ അല്പം കുറഞ്ഞായിരിക്കും. അപ്പോൾ ഇവിടെ ഈ 12 ക്വസ്റ്റ്യനും 2.5 സ്കോറാണ് കറക്റ്റ് ആണെങ്കിൽ. -1 -1 വരും. അപ്പോൾ 2.5 -1. ഇനിയുള്ളത് 5 ക്വസ്റ്റ്യൻ. ആ 5 ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ക്വസ്റ്റ്യനാണ്. JEE അഡ്വാൻസിൻ്റെ ഒരു കാറ്റഗറി. ആ ഒരു കാറ്റഗറി. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം, അവിടെ 4 മാർക്കുണ്ട്. ഓക്കെ. മറ്റേതിന് നമുക്ക് 2.5 ഉള്ളൂ ആദ്യത്തെ സെറ്റിന്. ഈ 4 മാർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റിന് ചിലപ്പം 2 ആൻസർ ഉണ്ടാവും. ചിലതിന് 1 ആയിരിക്കും, ചിലതിന് 3 ആയിരിക്കും. അത് 3 എണ്ണം ആണെങ്കിൽ 3 ആൻസർ ചെയ്തെങ്കിലേ മാർക്ക് കിട്ടുള്ളൂ. 2 എണ്ണം ആൻസർ ചെയ്തു എന്ന് വിചാരിച്ച് മാർക്കില്ല. അതായത് പാർഷ്യൽ മാർക്കിംഗ് സിസ്റ്റം ഇല്ല. ഒന്നുകിൽ കറക്റ്റ് ആണെങ്കിൽ ഫുൾ സ്കോർ കിട്ടും. നെഗറ്റീവ് മാർക്ക് ആ ഒരു സെക്ഷനിൽ ഇല്ല എന്നൊരു പ്രത്യേകതയുണ്ട്, അവിടെ ഇല്ല. സാറേ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് 2 ഓപ്ഷൻസ് കിട്ടുന്നു. അതായത് നൈസർ ഭുവനേശ്വർ വേണോ അതോ ബോംബെയിലെ യൂണിവേഴ്സിറ്റി വേണോ, ഏതാണ് ഏറ്റവും ശരിക്കും ബെറ്റർ? ബോംബെ യൂണിവേഴ്സിറ്റി വരുന്ന പ്രോഗ്രാമിന് പരീക്ഷയിൽ ചെറിയൊരു വ്യത്യാസം, ഇതേ എക്സാം തന്നെയാണ്. പക്ഷേ അവിടെ നമുക്ക് 3 പേപ്പർ എഴുതിയാൽ മതിയാവും. 3 പേപ്പർ ഒരു കുട്ടി എഴുതുന്നുള്ളൂ എന്ന് തീരുമാനിച്ചാൽ അത് അവിടെ അന്നേരം നൈസർ അഡ്മിഷന് കുട്ടിയെ പരിഗണിക്കില്ല. പക്ഷേ ഈ മുംബൈ യൂണിവേഴ്സിറ്റി CSBS പ്രോഗ്രാമിന് പരിഗണിക്കും. ഓക്കെ. അതായത് 4ാമത്തെ വേണേൽ എഴുതാം. 4ാമത്തേന് കട്ട് ഓഫ് മിനിമം കിട്ടിയില്ലെങ്കിലും ആദ്യത്തെ 3ന് നല്ല സ്കോർ ഉണ്ടെങ്കിൽ ഇവിടെ പരിഗണിക്കും. അപ്പോൾ ഇവിടെ റാങ്ക് ലിസ്റ്റ് എടുക്കുന്നത് ഈ 3 എണ്ണം മാത്രം നോക്കിയാണ്. മിനിമം മാർക്ക് വേണ്ട എന്നുള്ളത്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു പ്രത്യേകത പറയാവുന്നത്, ഇവിടെ ഇവർക്ക് കിട്ടുന്ന പ്രോഗ്രാം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോമി ബാബ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവരാണ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്.
ഇനി നൈസറിന് ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്ക് പറയാവുന്നത്, ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലാണല്ലോ. ഓക്കെ. അപ്പം ബാർക്കിലേക്ക്, ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവർക്ക് ഇൻ്റർവ്യൂ വഴി, ടെസ്റ്റ് ഇല്ലാതെ, ടെസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് ഇൻ്റർവ്യൂ വഴി ഡയറക്റ്റായിട്ട് ഇവർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടാം. ഒരു CGPA 7.58 റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ സാധ്യതയുണ്ട്. തന്നെയുമല്ല, ഐസറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നൈസറിൽ പ്ലേസ്മെൻറ്റുകളും ഉണ്ട്. ഓക്കെ. പ്ലേസ്മെൻറ്റ് അത്യാവശ്യം നല്ല പാക്കേജ്, ഒരു 18 to 20 lakhs പാക്കേജിലുള്ള പ്ലേസ്മെൻറ്റുകളുണ്ട്. പിന്നെ ഭുവനേശ്വർ നൈസർ അത്യാവശ്യം നല്ലൊരു എക്സ്പോഷർ കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഒരുപാട് കുട്ടികൾ അബ്രോഡ് ഇതിന് ശേഷം പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പ്ലേസ്മെൻ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ പ്ലേസ്മെൻറ്റ് ഓപ്റ്റ് ചെയ്യുന്ന കുട്ടികളുമുണ്ട്. പല കുട്ടികളും ഈ അബ്രോഡ് പോയതിന് ശേഷം തിരിച്ച് വന്ന് IIT-കളിലൊക്കെ ഫാക്കൽറ്റീസായിട്ട് കയറുന്നുണ്ട്. ഇപ്പം നമുക്കിതിനകത്ത് പറയാവുന്നത്, മുംബൈ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന ആ ഒരു പ്രോഗ്രാമിൽ അവിടെ സീറ്റുകളുടെ എണ്ണം കുറവാണ്. മുംബൈ യൂണിവേഴ്സിറ്റി അല്പം കൂടി എക്സ്പോഷറുള്ള സാധ്യതയുണ്ട്. കാരണം IIT എന്നുള്ള ഫാക്കൽറ്റീസ് അവിടെ വരാം, ബാർക്കി എന്നുള്ള എക്സ്പേർട്ടുകൾ അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പോലെ മുംബൈ യൂണിവേഴ്സിറ്റി നമുക്ക് വളരെ ഒരുപാട് പയനിയറായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അങ്ങനെ എക്സ്പോഷർ വൈസ് അല്പം കൂടി ബെറ്റർ മുംബൈ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസാണ്. എങ്കിലും നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ മാത്രം വലിയൊരു വേരിയേഷൻ നമുക്ക് പറയാനില്ല. ഇവിടെ പ്രോഗ്രാം കുറവാണ്, അവിടെ പ്രോഗ്രാം കൂടുതലാണ്. അപ്പോൾ ഒരു നൈസർ എന്നുള്ളത് നമ്മൾ കാണുമ്പം അത് നമുക്ക് ഭുവനേശ്വറാണ് ആ രീതിയിലും പറയാൻ പറ്റുന്നത്. സാർ, ഏകദേശം ഒരു ഇത്രമാത്രം പ്ലേസ്മെൻ്റ് ഉള്ള വിദ്യാർത്ഥികളെ പ്ലേസ്മെൻറ്റിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫീ സ്ട്രക്ചർ എങ്ങനെയാണ്? അവിടെയാണ് നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയാവുന്നത്. ഒരു വർഷം പഠിക്കാൻ 20,000 താഴെ ഫീസേ ആവുള്ളൂ, ഇൻക്ലൂഡിങ് ഹോസ്റ്റൽ എല്ലാം ഉൾപ്പെടെ. അതാണ് നൈസറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തന്നെയുമല്ല, നൈസറിൽ പഠിക്കുന്ന ഓരോ കുട്ടിക്കും മാസം 5,000 രൂപ പോക്കറ്റ് മണിയായിട്ട് കിട്ടുകയും ചെയ്യും, സ്റ്റൈപ്പൻ്റായിട്ട്. അതായത് കൊടുക്കുന്ന ഫീസിനേക്കാൾ കൂടുതൽ തിരിച്ച് കിട്ടുന്ന. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടുത്തെ പാക്കേജ് 20 lakhs അടുത്ത് പാക്കേജൊക്കെ കിട്ടുമ്പം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് നൈസർ എന്ന് പറയാം. സാർ, അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെയാണ് ഐസറും നൈസറും. ഇതുപോലെ അതായത് ഒരു ഡിഗ്രി സ്റ്റുഡൻസിന് ആദ്യം തന്നെ റിസർച്ചിലേക്ക് നൽകുന്ന അവസരങ്ങൾ നൽകുന്ന മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ടോ? ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അത് ഏഷ്യയിലെ തന്നെ ഒരു പൈനിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഡോക്ടർ CV രാമൻ, അദ്ദേഹത്തിൻ്റെ റിസർച്ച് വർക്കുകൾ, നമുക്കറിയാം നോബൽ പ്രൈസ് കിട്ടിയ വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ റിസർച്ച് വർക്കുകൾ അദ്ദേഹം ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കൊൽക്കത്തയിലുള്ള ഇന്ത്യൻ അസോസിയേഷൻ ഫോർ കൾട്ടിവേഷൻ ഓഫ് സയൻസ്, IACS. നമ്മുടെ ഐസറിനേക്കാളും നൈസറിനേക്കാളും റിസർച്ച് വൈസ് അല്പം കൂടി ബെറ്ററാണ് IACS. പക്ഷേ ബ്രാൻഡ് വാല്യൂ നൈസറിനായിരിക്കും കൂടുതൽ. അതെ. നമ്മളിത് ശ്രദ്ധിക്കുക, IAC കഴിഞ്ഞാൽ IAC ആണ് നമ്പർ 1. രണ്ടാമത്തെ പ്ലേസ് പോലെ പൊസിഷൻ നമുക്ക് IACS-ന് കൊടുക്കാം. കാരണം റിസർച്ച് അത്രമാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഒരുപക്ഷെ മലയാളികൾ തന്നെ ആദ്യമായി IACS-നെ കുറിച്ച് കേട്ടത് ബെർലിനിലെ വിദ്യാർത്ഥികൾ ഫസ്റ്റ് റാങ്ക് നേടുന്ന ആ ഒരു സാഹചര്യത്തിന് ശേഷമാണ്. ഒരു കുട്ടി IACS-ഉം അതുപോലെ IIT-യും ഒക്കെ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഗ്രാംസ് മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്രോഗ്രാമും ഉണ്ട് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കമ്പൽസറിയാണ്. പിന്നെ ആ കുട്ടിക്ക് കമ്പ്യൂട്ടർ സയൻസ് ഓർ ബയോളജി എഴുതിയാൽ മതി. അങ്ങനെ വരുമ്പോൾ ഈ 2 സ്ട്രീമിൽ പഠിച്ചവർക്കും ഒരുപോലെയാണ് അവസരങ്ങൾ. ബയോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് 20 ക്വസ്റ്റ്യൻ വീതമാണ് ഉണ്ടാകുന്നത്. ഫിസിക്സിൻ്റെ 20, എല്ലാം 20 വീതം. അപ്പോൾ 20 × 4. അപ്പം 20 ക്വസ്റ്റ്യൻ വീതം അത് നമുക്ക് കാണാൻ പറ്റും. ആ 20 ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആൻസറിന് 2 മാർക്ക് വെച്ച് കിട്ടും. റോങ് ആൻസർ ഇങ്ങനെയാണ് കണക്കൂട്ടുന്നത്. 3 ആൻസർ റോങ് ആകുമ്പോഴാണ് 1 മാർക്ക് റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പോസിറ്റീവാണ്. അല്പം കൂടിയൊക്കെ എഴുതാൻ പറ്റും. അതായത് -1/3 ആണ് ഒന്നിന് കുറയുന്നത്. 3 എണ്ണം നെഗറ്റീവ് ആകുമ്പോൾ അല്ലെങ്കിൽ റോങ് ആകുമ്പോൾ 1 മാർക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം 3 എണ്ണം കമ്പൽസറി എഴുതുന്നു, 4-മത്തേത് ഓപ്ഷനിലാണ്. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ്, അപ്പോൾ ഈ എക്സാമിന് നമ്മൾ വിളിക്കുന്ന പേര് UPST എന്നാണ്. UPST. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം നമ്മൾ പറയുകയാണെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ്
പ്രീ ഇൻ്റർവ്യൂ സ്ക്രീനിങ് ടെസ്റ്റ് എന്നറിയപ്പെടുന്നു. ഓക്കെ. അതായത് ഇവിടെ നമ്മൾ ഈ പറഞ്ഞ നൈസറിലും ഐസറിലും ഇല്ലാത്ത, അല്ലെങ്കിൽ IASലൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് ഇൻ്റർവ്യൂ. കുട്ടിയുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് നന്നായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഇവിടെ ഈ UPSCക്കും അതിന് ശേഷമുള്ള ഇൻ്റർവ്യൂവിനും ഏകദേശം ഒരേ വെയിറ്റേജാണ് കൊടുക്കുന്നത്. UPSCയുടെ സ്കോറ് 100ലേക്ക് കൊണ്ടുവരും, അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ സ്കോറും 100ലേക്ക് കൊണ്ടുവരും. ഒരുപക്ഷെ കുറച്ചുകൂടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡാണ് ശ്രദ്ധകൾ. അതുപോലെ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു ഐസറിൽ ബേസിക് സയൻസ് 2 വർഷം പഠിക്കുന്നു. നൈസറിലാണെങ്കിൽ ബേസിക് സയൻസ് ആദ്യത്തെ 1 വർഷം പഠിക്കുന്നു. ഇവിടെ 1.5 ഇയർ ബേസിക് സയൻസ് പഠിക്കുക ചെയ്യുന്നു. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെയും UPSCയുടെയും കൂടെ സ്കോറ് രണ്ടും കൂടെ എടുത്തുകൊണ്ട് ഇവിടെ 80 സീറ്റേ ഉള്ളൂ. സീറ്റുകൾ കുറവാണ്. അപ്പോൾ 80 സീറ്റിലേക്ക് ഇത് രണ്ടും കൂടെ എടുത്തുകൊണ്ടാണ്. അപ്പോൾ ഈ UPSC കഴിയുമ്പോൾ ഒന്ന് കുട്ടികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഇതിൻ്റെ സ്കോർ ബേസിൽ. അപ്പോൾ ഇതിൻ്റെ സ്കോർ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പൽസറി ആയിട്ടുള്ള 3 സബ്ജക്റ്റ് അത് ആണ് അവിടെ സ്കോറിന് വേണ്ടി പരിഗണിക്കുന്നത്. പക്ഷേ 4ാമത്തേൻ്റെ മാർക്കൂടെ നമ്മൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുമ്പം അവിടെ സെക്ഷൻ വൈസ് കട്ട് ഓഫിന് വേണ്ടി 3 ഉള്ളൂ. പക്ഷേ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ 4 കൂടെ പരിഗണിക്കുന്നുണ്ട് അവർ, 4ാമത്തെ കൂടെ. അത് കമ്പ്യൂട്ടർ സയൻസോ ബയോളജി ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കി അതിനുശേഷം ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് ഈ ഒരു അഡ്മിഷൻ നടക്കുന്നത്. പിന്നെ ഇവിടെ ലാസ്റ്റ് ഇയറൊക്കെ ആകുമ്പോഴത്തേനും കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. സാർ പറഞ്ഞാൽ IACS നമുക്ക് അല്പം കൂടി ശ്രദ്ധിക്കാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. IASCക്ക് ശേഷം നമ്മൾ നൈസർ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ IACS നമ്മൾ അത്ര ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ നമുക്കറിയാം അവിടെ നല്ല രീതിയിലുള്ള റിസർച്ച് വർക്കുകൾ, ഏറ്റവും നവീനമായിട്ടുള്ള ലാബ് ഫെസിലിറ്റീസൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് IACSും കൂടെ, അല്ലെങ്കിൽ IACSൻ്റെ UPSC എക്സാം കൂടെ കുട്ടികളൊന്ന് ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഇത് വരുന്നത് മിക്കവാറും ജൂൺ അവസാനമാണ്. നമ്മളിപ്പോൾ പറഞ്ഞ IITയും നെസ്റ്റും IACSൻ്റെ UPSCയും ഇത് 3 ജൂണിലാണ്. ജൂണിൽ തന്നെയാണ്. IIT 3 ജൂൺ മാസത്തിലാണ്. കാരണം ബാക്കി എക്സാമുകളൊക്കെ കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ റിസർച്ച് മേഖല താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഈ 3 എക്സാമുകളും അവർക്ക് ഏതെങ്കിലും ഒരെണ്ണം എഴുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 കൂടെ കൂട്ടി എഴുതുന്നത് നന്നായിരിക്കും. +2 വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ നേടിയെടുക്കാൻ അവരെ സഹായിക്കുന്ന എൻട്രൻസ് എക്സാമുകൾ ഒന്ന് എണ്ണി നോക്കുകയാണെങ്കിൽ 50ലധികം എക്സാമുകളുണ്ട്. ഇതിൽ റിസർച്ചിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും പ്രീമിയറായ 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡീൽ ചെയ്തത്. അതുപോലെ തന്നെ വരും എപ്പിസോഡുകളിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളെക്കുറിച്ചും അവിടുത്തെ കോഴ്സുകളെക്കുറിച്ചും ഫീസുകളെക്കുറിച്ചും എക്സാം പാറ്റേണിനെക്കുറിച്ചും എല്ലാം നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ജോബി സാർ, ഈ ഒരു സെക്ഷൻ വളരെ യൂസ്ഫുൾ ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.